ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ശാസ്ത്രത്തിലേക്കും പുരോഗതിയിലേക്കുമെന്ന്. എന്നാൽ കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: കോടികളുടെ കടത്തിലേക്കും ആ കടം ആഘോഷിക്കാനുള്ള ലോക കേരള സഭയിലേക്കും. സത്യം പറഞ്ഞാൽ UAE ഷെയ്ഖുമാരെ കണ്ടിട്ട് നമ്മുടെ പിണറായി വിജയനും സംഘവും ഒന്ന് പഠിക്കണം. കണ്ടു പഠിക്കാനായി അവർ വിമാനം കയറി അങ്ങോട്ട് പോകാറുണ്ടല്ലോ. പക്ഷേ പോകുമ്പോൾ അവിടെയുള്ള ഷോപ്പിംഗ് മാളുകൾ മാത്രം കണ്ടുവരാതെ അവർ എങ്ങനെയാണ് നാട് ഭരിക്കുന്നതെന്ന് കൂടി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കേരളത്തിൽ 10 മിനിറ്റ് തികച്ച് വെടിക്കെട്ട് നടത്താൻ കാശില്ലാത്ത അവസ്ഥയാണ്. KSRTC ഡ്രൈവർമാർക്ക് ശമ്പളം കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ മതിൽ പൊളിക്കേണ്ടി വരുമോ എന്ന് പേടിച്ചിരിക്കുമ്പോഴാണ് ലോക കേരള സഭ എന്ന പേരിൽ ഒരു രാജകീയ വിരുന്നൊരുങ്ങുന്നത്. ഈ സമയത്താണ് ദുബായിൽ മറ്റൊരു സംഗമം നടക്കുന്നത്, വേൾഡ് ലോറേറ്റ് സമ്മിറ്റ്. അവിടെ അതിഥികളായി വരുന്നത് 100-ലധികം നോബൽ സമ്മാന ജേതാക്കളാണ്. ശാസ്ത്രജ്ഞർ, ഗവേഷകർ, ചിന്തകർ, ഇവരൊക്കെയാണ് അവിടുത്തെ VIP-കൾ. എന്നാൽ നമ്മുടെ കേരള സഭയിലെ VIP-കൾ ആരൊക്കെയാണെന്ന് അറിയാമോ? പേഴ്സിൽ കട്ടിയുള്ള നോട്ടുകെട്ടുള്ള കുറച്ച് പ്രാഞ്ചിയേട്ടന്മാരും മുഖ്യമന്ത്രിയെ പുകഴ്ത്തിപ്പാടാൻ ക്യൂ നിൽക്കുന്ന കുറച്ച് സ്തുതി പാഠകരും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദും ഒക്കെ നോബൽ ജേതാക്കളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് ഫിസിക്സിനെ കുറിച്ചും നിർമ്മിത ബുദ്ധിയെ കുറിച്ചും ചൊവ്വയിലെ മനുഷ്യവാസത്തെ കുറിച്ചുമാണ്. അവർ അറിവിനെയാണ് ബഹുമാനിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലോ? ഇവിടെ ചർച്ച എന്താണെന്നോ? അടുത്ത തവണ സഭ കൂടുമ്പോൾ പ്രവാസികൾക്ക് എത്ര രൂപയുടെ ബിരിയാണി കൊടുക്കണം, ആർക്കൊക്കെ വിളിച്ച് പുകഴ്ത്തിച്ചാൽ അടുത്ത ഇലക്ഷന് ഫണ്ട് കിട്ടും, ഇതിനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി വികസന മാതൃക എന്ന് വിളിക്കുന്നത്. UAE അറിവിൽ നിക്ഷേപിക്കുന്നു, നമ്മൾ ആഡംബര വേദിയിലും കർട്ടൻ മാറ്റുന്നതിലും നിക്ഷേപിക്കുകയാണ്. UAE ഭാവി രൂപപ്പെടുത്തുമ്പോൾ നമ്മൾ പുതിയ പുതിയ കടപ്പത്രങ്ങൾ രൂപപ്പെടുത്തുകയാണ്. ഈ ലോക കേരള സഭ കൊണ്ട് സാധാരണക്കാരനായ പ്രവാസിക്ക് എന്ത് കിട്ടി? ലേബർ ക്യാബിലിരുന്ന് വിയർപ്പൊഴുകുന്ന ആ പാവം മലയാളി അറിയുന്നുണ്ടോ അവന്റെ പേരിൽ ഇവിടെ കോടികൾ വെള്ളം പോലെ ഒഴുകുന്നുണ്ടെന്ന്? ഇല്ല, അവന് കിട്ടുന്നത് വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ്. നോബൽ ജേതാക്കളെ കൊണ്ടുവരുന്ന UAE ഭരണാധികാരികൾ പറയുന്നത് ശാസ്ത്രജ്ഞർ ഭാവിയിലെ പങ്കാളികളാണെന്നാണ്. നമ്മുടെ പിണറായി വിജയൻ പറയുന്നത് പ്രവാസികൾ നമ്മുടെ പണപ്പെട്ടികളാണെന്നാണ്. അതാണല്ലോ ആന്തൂരിലെ സാജനെ പോലെയുള്ളവരുടെ വ്യവസായം തുടങ്ങാൻ വന്നപ്പോൾ നമ്മൾ കാണിച്ചു കൊടുത്ത സ്നേഹം. ഒരു പ്രവാസി ഇവിടെ വന്ന് മുതൽ മുടക്കിയാൽ അവനെ ഓടിച്ചു വിടും, എന്നിട്ട് വിദേശത്ത് പോയി വരും, നിക്ഷേപിക്കും എന്ന് പറഞ്ഞ് കോടികൾ മുക്കി സഭ നടത്തും. ഇതിലും വലിയൊരു കോമഡി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? UAE ഭരണാധികാരികൾക്ക് ഒരു ടെൻഷനുണ്ട്, ബാക്കിയുള്ള പണം എവിടെ നിക്ഷേപിക്കണമെന്ന്. എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് മറ്റൊരു ടെൻഷനാണ്, ഇനി ആരോട് കടം ചോദിക്കണമെന്ന്. കടം വാങ്ങുന്നതിലും ഒരു ക്രിയേറ്റിവിറ്റി വേണ്ടേ? കിഫ്ബി എന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോൾ അത് കേന്ദ്രം പൂട്ടി. ഇനി ലോക കേരള സഭയിൽ വരുന്ന പ്രവാസികളുടെ പോക്കറ്റിൽ എങ്ങനെ കൈയിടാമെന്നായിരിക്കും അടുത്ത സഭയിലെ പ്രധാന ചർച്ചാ വിഷയം. കടം വാങ്ങി മുടിഞ്ഞു നിൽക്കുമ്പോഴും ഈ രാജകീയ ജാട ഉണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുക്കണം. സംസ്ഥാന ഖജനാവിൽ എലി ഓടുകയാണ്. ശമ്പളവും പെൻഷനും കൊടുക്കാൻ കേന്ദ്രത്തിന്റെ കാല് പിടിക്കണം. എന്നിട്ടും ഈ പ്രാഞ്ചിയേട്ടൻ കളിക്ക് ഒരു കുറവുമില്ല. മുഖ്യമന്ത്രിയുടെ ഓരോ യാത്രയും ഓരോ പഠനമാണത്രേ. ജപ്പാനിൽ പോയി പ്രളയം പഠിച്ചു, നെതർലാൻഡിൽ പോയി കൃഷി പഠിച്ചു, ഇപ്പോൾ UAE പോയി എന്താണ് പഠിച്ചത്? നോബൽ ജേതാക്കളെ വിളിച്ചുകൂട്ടി ലോകത്തെ മാറ്റുന്ന ആ ബുദ്ധിയാണോ പഠിച്ചത്? അതോ അവിടുത്തെ സ്വർണ്ണക്കടയുടമകളുടെ ഫോട്ടോ എടുക്കുന്നതാണോ? ഷെയ്ഖ് മുഹമ്മദ് പറയുന്നത് അറിവിൽ നിക്ഷേപിക്കുന്നതാണ് പ്രധാനമെന്നാണ്. എന്നാൽ നമ്മുടെ പിണറായി നിക്ഷേപിക്കുന്നത് കേവലം PR വർക്കുകളിൽ മാത്രമാണ്. ശാസ്ത്രീയമായ ഒരു ചർച്ചയുമില്ലാത്ത കേരളത്തിന്റെ കടബാധ്യത കുറയ്ക്കാൻ ഒരു പരിഹാരവുമില്ലാത്ത ഈ മേളകൾ ആരെ കാണിക്കാനാണ്? UAE ദീർഘവീക്ഷണമുള്ളവരുടെയും ധീരമായ ആശയമുള്ളവരുടെയും നാടായി മാറുമ്പോൾ കേരളം ധൂർത്തിന്റെയും കടത്തിന്റെയും വിളനിലയായി മാറുകയാണ്. ശാസ്ത്രജ്ഞരെ ആദരിക്കുന്ന ഒരു രാജ്യത്തെ കണ്ടെങ്കിലും നമ്മുടെ ഭരണാധികാരികൾക്ക് ലജ്ജ തോന്നണം. സ്തുതി പാഠകരുടെ കയ്യടി കേട്ട് മതിമറക്കുന്ന മുഖ്യമന്ത്രി അറിയണം, ചരിത്രം രേഖപ്പെടുത്തുന്നത് കോടികൾ മുക്കി നടത്തിയ ഈ വിരുന്നുകളെയല്ല, മറിച്ച് വരും തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ബാക്കി വെച്ചു എന്നതിനായിരിക്കും. ആ ബാക്കി പത്രം ഒരു വലിയ പൂജ്യമാണെങ്കിൽ ജനങ്ങൾ നിങ്ങളെ പ്രാഞ്ചിയേട്ടന്മാരുടെ രാജാവ് എന്ന് വിളിക്കും. UAE ഭരണാധികാരികൾ അറിവിലും ഗവേഷണത്തിലുമാണ് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ചൊവ്വയിലേക്ക് റോക്കറ്റ് നിക്ഷേപിക്കുന്നത്. നമ്മളോ? നമ്മൾ നിക്ഷേപിക്കുന്നത് PR വർക്കുകളിലും മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സുകളിലുമാണ്. UAE ശാസ്ത്രജ്ഞർ ഭാവി ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ രാഷ്ട്രീയക്കാർ അടുത്ത തവണ എങ്ങനെ കടം വാങ്ങാമെന്നാണ് ചർച്ച ചെയ്യുന്നത്.
ഇതിനെയാണ് വികസനം എന്ന് വിളിക്കുന്നതെങ്കിൽ ഭഗവാനെ ഞങ്ങളെ ഈ വികസനത്തിൽ നിന്ന് ഒന്ന് രക്ഷിക്കണേ എന്നാവും ആളുകൾ പറയുക. ലോക കേരള സഭയിൽ പോകുന്ന പ്രവാസികൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങളെ അവിടെ ഇരട്ടപ്പേര് വിളിക്കുന്നത് പണപ്പെട്ടികൾ എന്നാണ്. ബിരിയാണി തന്ന് വളർത്തി കയ്യിലുള്ള ഡോളറും ദീർഘവും എങ്ങനെ ഊറ്റാമെന്നാണ് അവിടെ റിസർച്ച് നടക്കുന്നത്. UAE ഗോൾഡൻ വിസ കൊടുത്ത് അവർക്ക് ആദരവ് നൽകുമ്പോൾ ഇവിടെ പ്രവാസികൾക്ക് ഗോൾഡൻ കൈവിലങ്ങാണല്ലോ പലപ്പോഴും കിട്ടുന്നത്. ഒരു ഒപ്പിന് വേണ്ടി വില്ലേജ് ഓഫീസിൽ 18ാം മടവ് പയറ്റുന്ന പ്രവാസിയെ വിളിച്ചുകൂട്ടി സഭ നടത്തുന്നത് അവനെ സഹായിക്കാനല്ല, അവനെ കൊണ്ട് കൈയടിപ്പിക്കാനാണ്. UAEയുടെ ബഡ്ജറ്റിൽ അറിവിനും നൂതന വിദ്യയ്ക്കും വലിയൊരു വിഹിതമുണ്ട്. നമ്മുടെ ബഡ്ജറ്റിലോ കള്ളിനും വെള്ളത്തിനും പെട്രോളിനും വരെ സെസ് അടിച്ച് ഏൽപ്പിക്കുന്നതിൽ നമ്മുടെ ധനമന്ത്രിക്ക് ഒരു നോബൽ സമ്മാനം കൊടുക്കണം. UAEയിലെ ജനങ്ങൾക്ക് സന്തോഷം നൽകാൻ അവർക്ക് മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ് ഉണ്ട്. നമുക്ക് സന്തോഷം തരാൻ മിനിസ്ട്രി ഓഫ് ടാക്സ് ആണുള്ളത്. പിണറായി സാറേ, UAEയിൽ പോകുമ്പോൾ അവർ എങ്ങനെയാണ് നികുതി കൂട്ടാതെ നാട് ഭരിക്കുന്നത് എന്ന് കൂടി ചോദിച്ചു വരണേ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശ യാത്രകൾ നടത്തുന്നത് പതിവാണ്. ഗൾഫ് നാടുകൾ കണ്ട് പഠിക്കണമെന്ന് എപ്പോഴും പറയും. പക്ഷേ കണ്ടു പഠിക്കുന്നത് അവിടുത്തെ ആഡംബരങ്ങൾ മാത്രമാണ്, അല്ലാതെ അവിടുത്തെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണമല്ല. അവിടുത്തെ ഭരണാധികാരികൾ എല്ലാവരെയും ആദരിക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതാണ് നാം പറയുന്ന ഗൾഫ് മാതൃക. ചുരുക്കത്തിൽ UAE ലോകത്തിന് വെളിച്ചം കാണിക്കുമ്പോൾ കേരളം ലോകത്തിന് മുന്നിൽ ഒരു തമാശയായി മാറുകയാണ്. കടം വാങ്ങി മുടിഞ്ഞ് ആ പഴയ മലയാളിയെ മാറ്റിയിട്ട് ഇപ്പോൾ കടം വാങ്ങി ലോക കേരള സഭ നടത്തുന്ന സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത്. ഈ പ്രാഞ്ചിയേട്ടൻ കളി എന്നാണ് അവസാനിക്കുക എന്ന് മാത്രം ചോദിക്കരുത്. കാരണം അടുത്ത വിദേശ യാത്രയ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന തിരക്കിലായിരിക്കും നമ്മുടെ മന്ത്രിപ്പട. നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് വെറും ഒരു താരതമ്യമല്ല, മറിച്ച് നമ്മുടെ നാട് നേരിടുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ നേർക്കാഴ്ചയാണ്. അക്കരെ UAEയിൽ ശാസ്ത്രജ്ഞർ അണിനിരക്കുമ്പോൾ ഇക്കരെ കേരളത്തിൽ സ്തുതിപാഠകർ നിരക്കുകയാണ്. അവിടെ ലോകത്തിന്റെ ഭാവി എഴുതപ്പെടുന്നു. ഇവിടെ പ്രവാസിയുടെ പണം കൊണ്ട് ഭരണാധികാരികളുടെ പ്രതിച്ഛായ മിനുക്കപ്പെടുകയാണ്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അവർക്ക് നാട്ടിൽ മാന്യമായ ഒരു നിക്ഷേപ സാഹചര്യം ഒരുക്കാനോ ഈ സഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഓരോ വർഷവും കടം വാങ്ങുന്ന കോടികൾ എവിടെ പോകുന്നു എന്ന ചോദ്യത്തിന് മുന്നിൽ മുഖ്യമന്ത്രി മൗനമാണ് പാലിക്കുന്നത്. എന്നാൽ UAE നോക്കൂ, അവർ ഓരോ പൈസയും ചെലവാക്കുന്നത് വരാനിരിക്കുന്ന തലമുറയുടെ അറിവിനും സുരക്ഷയ്ക്കും വേണ്ടിയാണ്. അവർക്ക് പ്രവാസികൾ എന്നാൽ വെറും പണപ്പെട്ടികളല്ല, മറിച്ച് ഈ നാടിനെ കെട്ടിപ്പൊക്കിയ നട്ടെല്ലുകളാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു അപേക്ഷയേ ഉള്ളൂ. ആ UAE ഭരണാധികാരികളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ആ കണ്ണ് തുറന്നൊന്ന് നോക്കണം. അവരുടെ ആത്മവിശ്വാസം വരുന്നത് കോടികളുടെ കടപ്പത്രങ്ങളിൽ നിന്നല്ല, മറിച്ച് അവർ ഉണ്ടാക്കിയെടുത്ത വികസനത്തിൽ നിന്നാണ്. ഈ പ്രഹസനം അവസാനിപ്പിക്കാൻ സമയമായി. സ്തുതിപാഠകരുടെ കയ്യടിയിലല്ല, മറിച്ച് ഒരു പ്രവാസിക്ക് പേടിയില്ലാതെ നാട്ടിൽ ഒരു കട തുടങ്ങാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. അല്ലാതെ കോടികൾ മുക്കി നടത്തുന്ന ഈ ലോക കേരള സർക്കസ് കണ്ട് ലോകം നിങ്ങളെ നോക്കി ചിരിക്കുകയാണ്. അറിവിൽ നിക്ഷേപിക്കുന്ന ഒരു കാലമെന്ന് നമ്മുടെ നാട്ടിൽ വരുമോ അന്ന് മാത്രമേ കേരളം യഥാർത്ഥത്തിൽ ലോക കേരളമായി മാറുകയുള്ളൂ. അതുവരെ നമുക്ക് ഈ പ്രാഞ്ചിയേട്ടൻ കഥകൾ കണ്ടു ചിരിക്കാം. കാരണം കരയാൻ പോലും ഇപ്പോൾ നികുതി കൊടുക്കേണ്ട അവസ്ഥയിലാണല്ലോ കേരളം. എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.